ഓൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോമിക്സ് ആൻഡ് ഗ്രാഫിക് ഫിക്ഷനിലുള്ള ഒരു സ്റ്റോറിയാണ്. അതൊരു അമർചിത്ര കഥയാണ്. ദ ക്വീൻസ് നെക്ലസ് എന്നാണ് ഈ സ്റ്റോറിയുടെ പേര്. അപ്പോൾ സ്റ്റോറിയിലോട്ട് കടക്കുന്നതിന് മുന്നേ നമുക്ക് എന്താണ് അമർചിത്ര കഥ എന്ന് നോക്കാം. അമർചിത്ര കഥ ഇസ് എ പോപ്പുലർ ഇന്ത്യൻ കോമിക് ബുക്ക് സീരീസ് ദാറ്റ് ടെൽ സ്റ്റോറീസ് ഫ്രം ഇന്ത്യൻ ഹിസ്റ്ററി, മിത്തോളജി, ഫോക്ലോർ ആൻഡ് ലിറ്ററേച്ചർ. It was founded in 1967 by Anand Pai and has played a major role in educating children about India's cultural heritage. അമർചിത്ര കഥ എന്നുള്ളത് പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം. നമ്മൾ ചെറുതിലെയൊക്കെ ബാലരമയിലും കടിക്കുടുക്കയിലും ഒക്കെ കഥകൾ വായിച്ചിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് ഇല്ലുസ്ട്രേറ്റ് ചെയ്തിട്ടാണ് കഥകൾ അതിൻ്റെ ഉള്ളിൽ ചിത്രങ്ങളും കൂടെ സംയോജിപ്പിച്ച് ഒരു കഥ നമ്മളിലേക്ക് എത്തിക്കുന്നു. ഇതിനകത്ത് ഇന്ത്യൻ ഹിസ്റ്ററി ആവാം, ഇപ്പോൾ ഝാൻസി റാണിയുടെ കഥയാവാം, അതുപോലത്തെ ഏതെങ്കിലുമൊക്കെ ഹിസ്റ്ററിക്കൽ ഫിഗേഴ്സ്, അക്ബർ ബീർബൽ കഥകൾ, ഇങ്ങനെ വരുന്ന കഥകൾ, പിന്നെ മിത്തോളജി ആയിട്ട് രാമായണ, മഹാഭാരത, ബൈബിൾ കഥകൾ, അങ്ങനെ വരുന്ന കഥകൾ, ഫോക്ലോർ നമ്മൾ കേട്ടിട്ടുള്ള നാടോടി കഥകൾ, പിന്നെ ലിറ്ററേച്ചറിൽ നാടകങ്ങളാവാം, നോവലാവാം, അതിൻ്റെയൊക്കെ ഒരു അമർചിത്ര കഥ ആവിഷ്കാരവും വരാറുണ്ട്. ഇനി ആരാണ് അമർചിത്ര കഥയുടെ ഫൗണ്ടർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആനന്ദ് പായ് എന്നുള്ള വ്യക്തിയാണ് കുട്ടികളെ ഇന്ത്യയുടെ കൾച്ചറൽ, ഇന്ത്യയുടെ ഒരു സംസ്കാരം കുട്ടികളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുട്ടികൾ ഒരു കാര്യം മനസ്സിലാക്കണമെങ്കിലോ അല്ലെങ്കിൽ അത് വായിക്കണമെങ്കിലോ അവർ കുറച്ച് ഇൻട്രസ്റ്റഡ് ആവണമെങ്കിൽ അതിനകത്തൊരു എൻ്റർടൈനിങ് വാല്യൂ വേണം. സോ ഈ നമ്മുടെ കൾച്ചറിനെയും നമുക്ക് ആവശ്യമായ ഹിസ്റ്ററിയൊക്കെ ഒരു ഇല്ലുസ്ട്രേറ്റ് ചെയ്ത് ചിത്രങ്ങളിലൂടെ കുട്ടികളിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ കുട്ടികൾ കുറച്ചും കൂടി ഇൻട്രസ്റ്റഡ് ആയിട്ട് അത് വായിക്കും. ഇതിൻ്റെ കീ ഫീച്ചേഴ്സ് എന്താണ്, അമർചിത്ര കഥയുടെ കീ ഫീച്ചേഴ്സ് എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ മിത്തോളജിക്കൽ സ്റ്റോറീസ് ഉണ്ടാവും, രാമായണ, മഹാഭാരത, പിന്നെ ജാതക കഥകൾ എന്ന് പറയുന്ന ഒരു സെറ്റ് ഓഫ് സ്റ്റോറീസ് ഉണ്ട്. ജാതക കഥ എന്താണെന്നുള്ളത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും പറയാം. പിന്നെയുള്ളത് ഹിസ്റ്ററിക്കൽ ഫിഗേഴ്സിനെ പറ്റിയിട്ടുള്ള കഥകൾ, അശോക ചക്രവർത്തിയുടെ ബയോഗ്രഫീസ് ആവട്ടെ, റാണി ലക്ഷ്മിഭായ്, ശിവജി മഹാരാജാവ്, മഹാത്മാഗാന്ധി, ഇങ്ങനെയുള്ള ഹിസ്റ്ററിക്കൽ ഫിഗേഴ്സിൻ്റെയൊക്കെ ഇവരുടെ ബയോഗ്രഫി ഒന്നും കുട്ടികൾക്ക് വായിക്കാൻ വലിയ താല്പര്യം ഉണ്ടാവില്ല. എന്നാൽ അതേസമയം അതൊരു അമർചിത്ര കഥയുടെ രൂപത്തിലാണെങ്കിൽ നമ്മളെല്ലാവരും ഇരുന്നത് വായിക്കും. ഫോക്ലോർ അല്ലെങ്കിൽ ഫേബിൾസ് കഥകളുടെ രൂപത്തിലാണെങ്കിൽ പഞ്ചതന്ത്രം കഥകൾ നമ്മളിങ്ങനെ കണ്ടിട്ടുണ്ട്, ഹിതോപദേശ കഥകൾ, അക്ബർ ബിർബൽ കഥകൾ, ഇതൊക്കെ ഉണ്ടാവും. പിന്നെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് ഏതെങ്കിലുമൊക്കെ ഇപ്പോൾ ഗുണപാഠങ്ങൾ കുട്ടികളെ പഠിപ്പിക്കുന്ന അമർചിത്ര കഥകൾ അതൊക്കെ ഉണ്ടാവാറുണ്ട്. ഇനി അമർചിത്ര കഥ കൊണ്ട് കുട്ടികളിൽ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലുണ്ടായ ഇമ്പാക്റ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻട്രൊഡ്യൂസ്ഡ് ഇന്ത്യൻ മിത്തോളജി ആൻഡ് ഹിസ്റ്ററി ടു യങ് റീഡേഴ്സ്, പ്രിസർവ്ഡ് ഇന്ത്യാസ് കൾച്ചറൽ ഹെറിറ്റേജ് ത്രൂ കോമിക്സ്, ഇൻസ്പയർഡ് ലേറ്റർ ജനറേഷൻ ഓഫ് ഇന്ത്യൻ കോമിക് ക്രിയേറ്റേഴ്സ്. സോ ഈ 3 കാര്യങ്ങളാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. യങ് റീഡേഴ്സിന്, അതിപ്പോൾ തീരെ ചെറിയ കുട്ടികളല്ലെങ്കിൽ പോലും കുറച്ചുകൂടി മുതിർന്നവർക്കാണെങ്കിലും ഇന്ത്യൻ മിത്തോളജിയെ പറ്റിയിട്ടും ഹിസ്റ്ററിയെ പറ്റിയിട്ടുമൊക്കെ കൂടുതൽ അറിയാൻ അവരിലേക്ക് അത് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ കൾച്ചറൽ ഹെറിറ്റേജിനൊന്ന് പ്രിസർവ് ചെയ്യാനും പറ്റുന്നുണ്ട്. ഒരു കാര്യം നമ്മൾ പറയുന്നൊരു കാര്യം എഴുതപ്പെട്ട് വയ്ക്കുക അല്ലെങ്കിൽ വരച്ച് വയ്ക്കുകയോ ചെയ്യുമ്പോഴത്തേക്കും അത് എന്നേക്കുമായിട്ട് അവിടെ പ്രിസർവ് ചെയ്യപ്പെടുകയാണ്, അവിടെ നിലനിർത്തി കൊണ്ടുവരികയാണ്. അതാണ് രണ്ടാമത്തെ ഒരു ഇമ്പാക്റ്റ്. മൂന്നാമത്തെ ഒരു ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 1967 ഇത് സ്റ്റാർട്ട് ചെയ്യുന്നു. അതിനുശേഷം ഉള്ള കോമിക് വരയ്ക്കുന്ന ആൾക്കാർക്ക്, കോമിക് ആർട്ടിസ്റ്റിനൊക്കെ ഇതൊരു ഇൻഫ്ലുവൻസ് ആയിട്ട് മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് പഠിക്കാനുള്ള കഥയാണ് ദ ക്വീൻസ് നെക്ലസ്. അതൊരു ജാതക കഥയാണ്. ഇനി ജാതക കഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ ആർ എ കളക്ഷൻ ഓഫ് സ്റ്റോറീസ് അബൌട്ട് ദ പ്രീവിയസ് ലൈഫ്സ് ഓഫ് ഗൗതമ ബുദ്ധ. സോ ഗൗതമ ബുദ്ധൻ്റെ കുറച്ച് പ്രീവിയസ് ലൈഫ് കഥകളാണ് ജാതക ടെയിൽസിനകത്ത് വരുന്നത്. ദീസ് ടെയിൽസ് ഇല്ലുസ്ട്രേറ്റ് മോറൽ ലെസൺസ്, വിർച്യൂസ് ആൻഡ് എത്തിക്കൽ കണ്ടക്ട്, ഓഫൻ ത്രൂ ആനിമൽ ഫേബിൾസ് ആൻഡ് ഹ്യൂമൻ സ്റ്റോറീസ്. ഇനി ഇതിനകത്തുള്ളൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യൻ്റെ കാര്യങ്ങൾ മാത്രമല്ല, മൃഗങ്ങളും ഇതിനകത്ത് ക്യാരക്ടേഴ്സായിട്ട് വരുന്നുണ്ട്. ജാതക കഥകൾക്കകത്ത് മോറൽ ലെസൺസ് ആണ് നമ്മളെ പഠിപ്പിക്കുക. പിന്നെ എന്തെങ്കിലും വെർച്യൂസ്, നമുക്ക് വേണ്ട ക്വാളിറ്റീസ്, എത്തിക്കലായിട്ട് നമ്മൾ പറയത്തില്ലേ, ഇത് എൻ്റെ എത്തിക്സിൻ്റെ, എൻ്റെ മനസാക്ഷിക്ക് നിരക്കാത്ത കാര്യമാണെന്ന്. അങ്ങനെ ആൾക്കാർക്ക് നല്ലത് ഏതാണ്, തിന്മ ഏതാണ്, മോശം ഏതാണ് എന്ന്, നന്മ ഏതാണ് എന്നുള്ളത് ആ ഒരു ഡിഫറൻസിയേഷൻ കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ജാതക കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓർക്കേണ്ട കാര്യം, ആനിമൽ ഫേബിൾസ് ഇതിനകത്ത് വരുന്നുണ്ട്. മൃഗങ്ങളും മനുഷ്യൻ സംസാരിക്കുന്നത് പോലെ സംസാരിക്കും, അതായത് അവർക്കും ചിന്തിക്കാനുള്ള ശേഷിയുണ്ട്, അവരും കാര്യങ്ങൾ ചെയ്യുന്നു. അങ്ങനെ ഒരു രീതിയിലാണ് ജാതക കഥകൾ എഴുതപ്പെട്ടിട്ടുള്ളത്. ദർ ആർ ആൻ ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് ബുദ്ധിസ്റ്റ് ലിറ്ററേച്ചർ ആൻഡ് ആർ ഫൗണ്ട് ഇൻ പാലി കാനൺ, പെർട്ടിക്കുലർലി ഇൻ ദ ജാതക സെക്ഷൻ ഓഫ് ദി കുദ്ദാക നിക്കായ. സോ കുത്തക നിക്കായ എന്ന് പറയുന്ന ഒരു സെക്ഷനിലാണ് ഈ ജാതക കഥകളെല്ലാം സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്നത് അല്ലെങ്കിൽ സൂക്ഷിച്ച് വെച്ചേക്കുന്നത്. ഓക്കെ, ബുദ്ധിസ്റ്റ് ലിറ്ററേച്ചറിൻ്റെ ഒരു പ്രധാന ഭാഗവുമായിരുന്നു ജാതക കഥകൾ.
പറഞ്ഞ കാര്യമാണ്. ഒന്ന് പോയിന്റ് വൈസ് പറയുവാണെങ്കിൽ ഒരു മോറൽ ലെസൺ ഉണ്ടാവും. മേ ബി കൈൻഡ്നെസ്സിനെ പറ്റിയിട്ട്, ഓണസ്റ്റി, വിസ്ഡം, കമ്പാഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് നമുക്ക് കരുണ എന്താണ്, സ്നേഹം എന്താണ്, സദ്ഭാവന എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ദെൻ ഇറ്റ് ഈസ് അബൌട്ട് ദി പാസ്റ്റ് ലൈവ്സ് ഓഫ് ബുദ്ധ ഓർ ഇറ്റ് കൺസേൺസ് ദി പാസ്റ്റ് ലൈവ്സ് ഓഫ് ബുദ്ധ. ദ ബുദ്ധ അപ്പിയേഴ്സ് ഇൻ ഡിഫറെൻറ്റ് ഫോംസ്, സംടൈംസ് ആസ് എ ഹ്യൂമൻ, ആനിമൽ ഓർ ഡിവൈൻ ബീയിങ്. ഇങ്ങനെ 3 രീതിയിലും ബുദ്ധൻ ഉണ്ടായിരുന്നതായിട്ട് പറഞ്ഞിട്ടാണ് കഥകൾ വരാറ്. സിമ്പിൾ ആൻഡ് എൻഗേജിങ്, ദ സ്റ്റോറീസ് ആർ ഈസി ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് വൈഡ്ലി ടോൾഡ് ടു ചിൽഡ്രൻ. കുട്ടികൾക്ക് വേണ്ടിയിട്ട് എഴുതുമ്പോൾ തന്നെ അറിയാം, അത്രയും സിമ്പിളായിട്ട് ഏതൊരു കൊച്ചു കുഞ്ഞിനും വായിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ വായിച്ചില്ലെങ്കിൽ പോലും പിക്ചേഴ്സ് കണ്ട് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലാണ് അമർചിത്ര കഥകൾ എഴുതപ്പെട്ടിട്ടുള്ളത്. കൾച്ചറൽ ഇൻഫ്ലുവൻസ്, ദേ ഹാവ് ഇൻഫ്ലുവൻസ് ലിറ്ററേച്ചർ, ആർട്ട് ആൻഡ് ഫോക്ലോർ ഇൻ ഇന്ത്യ, ശ്രീലങ്ക, തായ്ലൻഡ് ആൻഡ് അതർ ബുദ്ധിസ്റ്റ് കൺട്രീസ്. ബുദ്ധിസം പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ബുദ്ധ മതത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാരുള്ള രാജ്യങ്ങളായിട്ടുള്ള ഇന്ത്യ, ശ്രീലങ്ക, തായ്ലാൻഡ്, മാത്രമല്ല ചെറിയ ബുദ്ധിസം വിശ്വസിക്കുന്ന ചെറിയ ചെറിയ രാജ്യങ്ങളിലുമെല്ലാം ഒരു പ്രത്യേക രീതിയിലുള്ളൊരു കൾച്ചർ ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ഒരു പ്രത്യേക സംസ്കാരം, ഈ ഒരു കമ്പാഷൻ, കൈൻഡ്നെസ് ഒക്കെയുള്ളൊരു സംസ്കാരം അവരിലേക്ക് എത്തിക്കാനും ജാതകകഥകൾ കൊണ്ട് പറ്റിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഒരു ഉദാഹരണമായിട്ട് നമുക്ക് 2 കഥകൾ, നമ്മൾ കേട്ടിട്ടുള്ള 2 കഥകളുണ്ട്. മങ്കി ആൻഡ് ക്രൊക്കഡൈൽ. ഒരു ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരു മങ്കീനെ ഒരു ക്രൊക്കഡൈൽ കൊണ്ടുപോയിട്ട് ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നതിൻ്റെ ഒരു കഥ കേട്ടിട്ടുണ്ടാവും. അത് നമ്മളെ ബുദ്ധിയും പെട്ടെന്ന് അറ്റ് ദ റൈറ്റ് മൊമെൻറ്റിലുള്ള ഒരു ക്വിക്ക് തിങ്കിങ്ങിനെ പറ്റിയിട്ടൊക്കെ ഉള്ളൊരു കഥയാണത്. പിന്നെ ഒരു ഗോൾഡൻ സ്മാൻ, പൊന്മുട്ടയിടുന്ന ഒരു താറാവിൻ്റെ ഒരു കഥ കേട്ടിട്ടുണ്ടാവും. ഇത് 2 ജാതക കഥകൾക്ക് എക്സാമ്പിൾ പറയാൻ പറ്റുന്നൊരു കഥയാണ്. ഇനി നമുക്ക് പഠിക്കാനുള്ള കഥയിലോട്ട് പോകാം. ആ അമർചിത്ര കഥ തന്നെ എടുത്തു വെച്ചിട്ടുണ്ട്, അത് നോക്കി തന്നെ നമുക്ക് പഠിക്കാം. ദ ക്വീൻസ് നെക്ലസിൻ്റെ ഒരു ബുക്ക് അല്ലെങ്കിൽ ഒരു PDF അപ്ലോഡ് ചെയ്തിട്ടുള്ളൊരു കഥയാണിത്. അവിടെ തന്നെ എഴുതിയിട്ടുണ്ട് കളക്ഷൻ ഓഫ് ജാതക ടെയിൽസ്. കണ്ടോ, നമ്മൾ പണ്ട് കാണുന്നൊരു ബാലരമയുടെ അതേ സ്ഥിരം ടെംപ്ലേറ്റ്, സ്ക്വയേഴ്സിനകത്ത് ക്യാരക്ടേഴ്സ് ഉണ്ട്, കഥയുണ്ട്. ദ ക്വീൻസ് നെക്ലസ് എന്നുള്ള ടൈറ്റിൽ അവിടെയുണ്ട്. 1 day long ago, the others are having great fun bathing in the pool with the queen, while I have to watch over her clothes and jewelry. സോ അവിടെ ഒരു വയസ്സായ ഒരു പാവപ്പെട്ട ഒരു സ്ത്രീ അവിടെ ഇരുന്നിട്ട് പറയുന്ന കാര്യങ്ങൾ കണ്ടോ, അവരൊക്കെ കുളിച്ച് സന്തോഷിക്കുവാണ്. ഇതാ കുറച്ച് ആൾക്കാർ കുളിക്കുന്നുണ്ട്, പൂളിൽ ക്വീനും കൂടെ കുളിക്കുവാണ്, രാജ്ഞിയും കുളിക്കുന്നുണ്ട്. ഞാനിവിടെ എന്താ ചെയ്യേണ്ടി വരുന്നത്? ഈ ഡ്രസ്സും ഈ കാര്യങ്ങളെല്ലാം നോക്കിക്കൊണ്ടിരിക്കണം. ഹോഹം ഐ ഗെറ്റ് ഓൾ ദ ഡൾ ജോബ്സ് എന്ന് പറഞ്ഞിട്ട് വിഷമിക്കുവാണ്. ഇനി അത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ ഡയലോഗ്സ് എല്ലാം ബബിൾസിൻ്റെ ഉള്ളിലാണുള്ളത്. അതിനർത്ഥം ഇവരിത് ഒച്ചത്തിൽ പറയുന്നില്ല, ഇവരുടെ മൈൻഡ് വോയിസ് ആണ് നമുക്ക് വേണ്ടിയിട്ട് എഴുതിയിട്ടുള്ളത്. സോ കാര്യങ്ങളെല്ലാം ക്ലിയർ ആണ്. ആൾക്കാർ കുളിക്കുന്നുണ്ട്. സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇതേ 3ാമത്തെ പാനലിലോട്ട് എത്തുമ്പോഴേക്കും ഒരു മങ്കി അവിടെ വന്ന് നോക്കുന്നുണ്ട്. അതും അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഫീമെയിൽ മങ്കി വാസ് വാച്ചിങ് ഫ്രം എ ട്രീ. ദാറ്റ് പേൾ നെക്ലസ് വുഡ് ലുക്ക് വണ്ടർഫുൾ ഓൺ മീ. അതും മങ്കിയുടെ മൈൻഡ് വോയിസ് ആണത്, അതുകൊണ്ടാണ് അവിടെ ബബിൾസ് ഉള്ളത്. സോ ഇനി പറഞ്ഞ കാര്യമാണ്, ജാതക ടെയിൽസിലാണെങ്കിൽ മൃഗങ്ങളും മനുഷ്യരെ പോലെ സംസാരിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്നുണ്ട്. സോ ഇനി നോക്കിക്കഴിഞ്ഞാൽ മങ്കി എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, മങ്കിക്ക് അവിടുത്തെ ഒരു പേൾ നെക്ലസ് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഈ കുട്ടി അവിടെ ഇരിപ്പുണ്ടല്ലോ എന്ന് നോക്കുന്നുണ്ട്. കുട്ടിയല്ല, ആ സ്ത്രീ. നോക്കുമ്പോഴേക്കും അവരൊന്ന് മയങ്ങുന്നുണ്ട്. മങ്കി ജംപ്ഡ് ഡൗൺ. എന്നിട്ട് എന്താ ചെയ്യുന്നത്, ആ നെക്ലസ് സ്നാച്ച് ചെയ്തിട്ട് ഓടി മരത്തിലോട്ട് പോകുവാണ്. ഇറ്റ്സ് മോർ ബ്യൂട്ടിഫുൾ ദാൻ ഐ തോട്ട് എന്ന് പറഞ്ഞ് കഴുത്തിലിട്ടിട്ട് ഇനി ആരും കാണാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഈ കുരങ്ങൻ അത് ഊരി വെക്കുന്നുണ്ട്. ഇനി അങ്ങോട്ട് ഞാൻ ഡയലോഗ് പറയുന്നില്ല, ജസ്റ്റ് ഇമേജസ് കാണിച്ചു തന്നിട്ട് കഥ പറഞ്ഞു പോവാം. സോ അങ്ങനെ കുരങ്ങൻ അത് ഒളിപ്പിച്ചതിന് ശേഷം നമ്മുടെ കാവൽക്കാരി അല്ലെങ്കിൽ അവിടുത്തെ ജോലിക്കാരി അത് ഉണരുന്നുണ്ട്. അപ്പോഴത്തേക്കും മനസ്സിലായി ഏറ്റവും വിലപിടിപ്പുണ്ടായിരുന്ന മാല നഷ്ടപ്പെട്ടു എന്നുള്ള കാര്യം മനസ്സിലാക്കി. ഉടനെ തന്നെ കള്ളൻ എന്ന് വിളിച്ച് പറഞ്ഞിട്ട് ഗാർഡ്സിനെയൊക്കെ വരുത്തുന്നുണ്ട്. ഗാർഡ്സ് പെട്ടെന്ന് തന്നെ പുറത്ത് പോയിട്ട് ഏത് കള്ളനാണ് അത് കൊണ്ടുപോയതെന്ന് തപ്പാൻ വേണ്ടി പോകുന്നുണ്ട്. സോ പുറത്തിറങ്ങിയതും ദേ സോ എ വുഡ് കട്ടർ, ഒരു മരം വെട്ടുകാരനെ കണ്ടു. അപ്പം മരം വെട്ടുകാരൻ പെട്ടെന്ന് തന്നെ അവരെ കണ്ടതും ഓടാൻ തുടങ്ങി. ഒരു ഡയലോഗ് മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. ദേ സേ ദീസ് സോൾജിയേഴ്സ് ആർ ക്രൂവൽ ഹാർട്ട്ലെസ് ഫെലോസ് ഹൂ എന്ന് പറഞ്ഞ് തീരെ മുന്നേ തന്നെ അടി കിട്ടി അവിടെ തമ്പെന്ന് പറഞ്ഞ് വീഴുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുവാൻ നെക്ലസ് എവിടെ? വേറെ ചോദ്യവും പറച്ചിലൊന്നുമില്ല. നെക്ലസ് എവിടെ എന്നുള്ളതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ നെക്ലസ് ഏതാന്ന് പോലും ആ മനുഷ്യന് അറിയത്തില്ല. അയാൾ അവിടെ ഇരുന്നിട്ട് പറയുവാണ് ഇന്നസെൻ്റാന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷേ മൈൻഡ് ആക്കുന്നില്ല. രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നമ്മുടെ മരംവെട്ടുകാരനോട് ഞാൻ പറയുന്നുണ്ട്, ഞാനതൊരു പ്രീസ്റ്റിൻ്റെ കയ്യിലാണ് കൊടുത്തത്. വരുന്ന ആ പ്രീസ്റ്റിൻ്റെ കയ്യിലാണ് ഞാനത് കൊടുത്തത്, അല്ലെങ്കിൽ ഞാനൊരു പ്രീസ്റ്റിൻ്റെ കയ്യിൽ കൊടുത്തു എന്ന് പറയുന്നതും കോയിൻസിഡൻസ്ലി അവിടെ ഒരു പ്രീസ്റ്റ് കണ്ടോ, ദൂരെ ഒരു പ്രീസ്റ്റ് എത്തുന്നുണ്ട്.
ഉടനെ എല്ലാവരും കൂടി ചേർന്ന് പ്രീസ്റ്റിൻ്റെ പുറകെയായി. പ്രീസ്റ്റ് അന്തം വിട്ട് നിൽക്കുവാണ്. എന്താണ്, ഏത് നെക്ലസ് എന്ന് ചോദിക്കുന്നുണ്ട്. പഠിക്കും എന്നുറപ്പായപ്പോഴത്തേക്കും പേടിയാകുമ്പോൾ ഈ പുള്ളി ചിന്തിക്കുവാണ്, ഞാൻ കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത ഏതോ ഒരു പാപത്തിൻ്റെ ഫലം അതാണ് എൻ്റെ പുറകെ ഇപ്പോൾ വന്നിട്ടുള്ളത്, ഞാനെല്ലാം പറയാമെന്ന് കരുതി. അപ്പോൾ പുള്ളി ഇങ്ങനെ ആലോചിച്ചിട്ട് പറയുവാണ്, ഞാൻ ദേ പോകുന്ന ആ മ്യൂസിഷ്യൻ്റെ, ആ പാട്ടുകാരൻ്റെ കയ്യിലാണ് ഞാൻ എൻ്റെ മാല കൊടുത്തത്. സോ നേരെ അവിടെ പോയിട്ട് ആ മ്യൂസിഷ്യൻ്റെ അടുത്ത് ചോദിച്ചു. മ്യൂസിഷ്യൻ ആണെങ്കിൽ എൻ്റെ അടുത്ത് വരരുതെന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷെ കേൾക്കുന്നില്ല. അപ്പോൾ പെട്ടെന്ന് മ്യൂസിഷ്യൻ എങ്ങനെ രക്ഷപ്പെടണമല്ലോ, അല്ലെങ്കിൽ ഈ ഗാർഡ്സ് അടിച്ച് കൊല്ലത്തില്ലേ. സോ പെട്ടെന്ന് പറയുവാണ്, ഞാൻ ആ ഡാൻസറിൻ്റെ കയ്യിലാണ്, ആ നർത്തകിയുടെ കയ്യിൽ കൊടുത്തു വന്നു. സോ ഇവർ നേരെ പോയിട്ട് നർത്തകിയുടെ ചോദിക്കുകയാണ് നെക്ലസ് എവിടെയെന്ന്. ഉടനെ നെക്ലസ് കാണിച്ചു കൊടുക്കുവാണ് കഴുത്തി കിടക്കുന്നത്. അപ്പോഴത്തേക്ക് ആൾക്കാർ പറയുന്നുണ്ട്, ആ നെക്ലസ് അല്ല, ഈ മ്യൂസിഷ്യൻ തന്ന നെക്ലസ് എവിടെയെന്ന്. അപ്പോൾ ഉടനെ ഈ സ്ത്രീ പറയുവാണ്, ഞാൻ ഇയാളെ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ട് പോലും ഇല്ല. അപ്പോൾ ഉടനെ അവർ ത്രട്ടൻ ചെയ്യാൻ തുടങ്ങി. അതിലൊന്നും പേടിക്കുന്ന ആളല്ല നമ്മുടെ ഡാൻസുകാരി. അപ്പോഴേക്കും പറയുവാണ്, സ്റ്റേ അവേ ഫ്രം മീ യു ബിഗ് ബുള്ളി എന്ന് പറഞ്ഞിട്ട് അയാളെ പേടിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഗാർഡ്സ് എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ എല്ലാവരെയും, നമ്മുടെ വുഡ് കട്ടറിനെ, പ്രീസ്റ്റിനെ, മ്യൂസിഷ്യനെ, ഡാൻസുകാരിനെ എല്ലാവരെയും അവിടെ കൊണ്ടുവച്ചു. അപ്പോൾ ഓരോരുത്തരും ഞാൻ അയാൾക്ക് കൊടുത്തു, ഞാൻ ഇയാൾക്ക് കൊടുത്തു എന്ന് പരസ്പരം പറയുന്നുണ്ട്. അവസാനം നർത്തകി പറയുവാണ്, ഇവർ നുണ പറയുന്നതാണ് എനിക്ക് തന്നിട്ടില്ല എന്നുള്ള കാര്യം. അപ്പോഴേക്കും രാജാവിന് എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് മനസ്സിലാക്കി അവിടുത്തെ രാജഗുരുവായിട്ടുള്ള ആളിനെ വിളിച്ചിട്ട് പറയുവാണ്, ദിവാൻ എന്നാണ് പുള്ളി ഇവിടെ കൊടുത്തേക്കുന്നത്. പറയുവാണ്, എന്തോ ഒരു പ്രശ്നം സംഭവിച്ചിട്ടുണ്ട്, യു ഹാവ് ടു ഫൗണ്ട് ദി റീസൺ, അല്ലെങ്കിൽ ആരാണ് ഹൂ സ്റ്റോൾ ദിസ് നെക്ലസ് എന്നുള്ളത് കണ്ടുപിടിക്കൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ രാജഗുരുവിന് മനസ്സിലായി എന്തോ ഒരു കളത്തരം പറ്റിയിട്ടുണ്ട്. സോ അങ്ങനെ പുറത്തിറങ്ങി ആലോചിച്ചുകൊണ്ട് നടക്കുമ്പോൾ തന്നെ ചെറിയൊരു ഐഡിയ കിട്ടുന്നു. കുരങ്ങന്മാരെ കാണുമ്പോഴേക്കും ഓക്കെ, മേ ബി ഈ കുരങ്ങന്മാരെടുത്തിട്ടുണ്ടാവാം, പക്ഷെ എങ്ങനെ കണ്ടുപിടിക്കും? അതിന് ഒരു പുതിയ ഐഡിയ കൊണ്ടുവരുന്നുണ്ട്. പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ച് മങ്കീസിന് എന്ത് ചെയ്യുക, പിടിച്ച് താഴെ ഇറക്കിയിട്ട് അവരുടെ കഴുത്തിൽ കുറച്ച് മാല ഇട്ടങ്ങ് കൊടുക്കുക. സോ അതുപോലെ തന്നെ അവർ കുറേ മങ്കീസിനെ ഇങ്ങനെ പിടിച്ചുകൊണ്ട് വരുന്നുണ്ട്. പിടിച്ചുകൊണ്ട് വന്നിട്ട് അവരുടെയൊക്കെ കഴുത്തിൽ കയ്യിലൊക്കെയായിട്ട് കുറേ ആഭരണങ്ങൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ കുരങ്ങൻ, ഇതാണ് നമ്മുടെ ആ മോഷ്ടിച്ചിട്ട് പോയ കുരങ്ങൻ, ഇവിടെ ഇരുന്നിട്ട് നോക്കുവാണ് ഇവർക്കൊക്കെ ഇവിടെ നിന്ന് ഈ മാല കിട്ടിയതെന്ന്. എന്നിട്ട് പതുക്കെ ആലോചിക്കാൻ തുടങ്ങി, ഐ മസ്റ്റ് പുട്ട് ഓൺ മൈ ഓൺ, എനിക്ക് എൻ്റെ സ്വന്തം മാല ഉണ്ടല്ലോ ഞാൻ മോഷ്ടിച്ച് കൊണ്ട് വെച്ചേക്കുന്നത്, അത് ഞാൻ എടുത്തിടാം എന്ന് തീരുമാനമാകുന്നുണ്ട്. ഓടിപ്പോയിട്ട് എടുത്തിട്ടു. എന്നിട്ട് സ്വന്തമായിട്ട് ആലോചിക്കുകയാണ്, അവരുടെ കയ്യിലൊക്കെ ഉള്ളത് കല്ലമാലകളാണ്, പക്ഷേ എൻ്റെ കയ്യിൽ ഐ ഹാവ് ദിസ് പ്യുവർ പേൾ, ഇത്രയും ഭംഗിയുണ്ടല്ലോ. അപ്പോൾ ആൾക്കാർ, ബാക്കി കുരങ്ങന്മാർ വന്ന് ചോദിക്കുകയാണ്, ആ ബ്യൂട്ടിഫുൾ നെക്ലസ് എവിടെ നിന്ന് കിട്ടി, അപ്പോൾ ഗസ് ചെയ്യൂ എന്നൊക്കെ പറയുന്നുണ്ട്. സോ അപ്പോഴേക്കും താഴെ നിന്ന് നോക്കിയ ആൾക്കാർക്ക് മനസ്സിലായി, ആ കുരങ്ങനാണ് ക്വീൻ്റെ നെക്ലസ് ഇട്ടേക്കുന്നത്. അപ്പോൾ നമ്മുടെ കുരങ്ങനെ മനസ്സിലായി ഇതെന്നെ പറ്റിച്ചതാണ്, എന്നെ ട്രിക്ക് ചെയ്തതെന്നുള്ള മനസ്സിലായി. സോ ഇനി ഇത് കൈ വെച്ചിരുന്നു കഴിഞ്ഞാൽ ദേ വോണ്ട് ലെറ്റ് മീ ലിവ് ഇൻ പീസ്, സോ അത് തിരികെ കൊടുത്തേക്കാം എന്ന് പറഞ്ഞിട്ട് തിരികെ ആ പേൾ മാല എടുത്തെറിയുന്നുണ്ട്. തിരികെ കിട്ടിയ ഉടനെ പറയുന്നുണ്ട്, രാജ്ഞിക്കിപ്പോൾ സന്തോഷമായിട്ടുണ്ടാവും, എല്ലാവരും എന്ത് ചെയ്യണം, എല്ലാവരോടും എനിക്ക് നന്ദി, സോറി പറയണം, അവരെയൊക്കെ ഉപദ്രവിച്ച് ഇവിടെ വരെ എത്തിയിട്ടുള്ളത്. ആദ്യം സോറി പറയേണ്ടത് ആരോട് മാത്രമാണ്, ഡാൻസറിനോട് മാത്രമാണ്. കാരണം പുള്ളിക്കാരി എന്ത് ചെയ്തിട്ടില്ല, ഒരു നുണയും പറഞ്ഞിട്ടില്ല. ബാക്കിയുള്ളവരുടെ അടുത്ത് പറയണം എന്തെന്നാണ്, നിങ്ങളെല്ലാവരും ലൈഫ് ലോങ് ട്രൂത്ത്ഫുൾ ആയിരിക്കണം, ആരോടും ഒരു നുണയും പറയാതെ ജീവിക്കേണ്ട ആൾക്കാരായിരിക്കണം എന്ന് പറഞ്ഞിട്ടാണ്. അപ്രകാരമാണ് നമ്മുടെ കഥ ഇവിടെ തീരുന്നത്. ഇനി അത് കഴിഞ്ഞിട്ട് വേറെ ദ ഗ്രീഡി ഫിഷ്മാൻ, ഇങ്ങനെയാണ് ബാക്കി കഥകൾ പോകുന്നത്. ചെറിയൊരു കഥയായിരുന്നു. നമ്മൾ അമർചിത്ര കഥയുടെ കുഞ്ഞു കുട്ടികൾക്ക് തന്നെ വായിക്കുമ്പോൾ തന്നെ ഒരു ഫണ്ണായിട്ട് വളരെ എൻ്റർടൈനിങ് മൂഡിൽ വായിച്ച് തീർക്കാൻ പറ്റുന്ന ഒരു ചെറിയ കഥ. ഇനി എൻ്റെ അനാലിസിസ് നോക്കുവാണെങ്കിൽ ഒരു പാലസിൻ്റെ ഇൻസൈഡിൽ ആയിട്ടായിരുന്നു ഈ കഥ സ്റ്റാർട്ട് ചെയ്യുന്നത്. സെറ്റിംഗ് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പാലസ് ആയിരുന്നു. കുളക്കടവിൽ നിന്നും സ്റ്റാർട്ട് ചെയ്തിട്ട് പോകുന്നൊരു കഥയായിരുന്നു. ക്യാരക്ടേഴ്സ് റേഞ്ച് ഫ്രം കിങ്, ക്വീൻ ടു സിവിലിയൻ ടു ദി മങ്കീസ്. രാജാവുണ്ട്, റാണിയുണ്ട്, കൊട്ടാരത്തിനകത്തുള്ള ഗാർഡ്സ്, അങ്ങനെയുള്ള വലിയ വലിയ ആൾക്കാരുണ്ട്, സാധാരണ മനുഷ്യർ, ഒരു വുഡ് കട്ടർ, പ്രീസ്റ്റ്, ഡാൻസർ, ഇങ്ങനെയുള്ള ആൾക്കാർ അത് മുതൽ മങ്കീസ് വരെ ക്യാരക്ടേഴ്സായിട്ട് വരുന്നുണ്ട്. മാത്രമല്ല ഒരു മങ്കി ആയിരുന്നു നമ്മുടെ സെൻട്രൽ ക്യാരക്ടർ എന്ന് തന്നെ പറയാം. ദെൻ ദ ഗ്രീഡ് ഓഫ് ദി മങ്കി. ഇവിടെ ചെയ്തൊരു കാര്യം, മനുഷ്യൻ്റെ ആ ഒരു ഗ്രീഡിനേക്കാൾ ഉപരി ഒരു കുരങ്ങൻ്റെ ഗ്രീഡ് വെച്ചിട്ടാണ് കാണിക്കുന്നത്. പക്ഷെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എവറി ക്യാരക്ടേഴ്സ് ഇൻ ദി സ്റ്റോറി വെർ ഗ്രീഡി പീപ്പിൾ.
ആദ്യം നമ്മുടെ അവിടെ ഇരുന്ന് ഉറങ്ങി ആ സ്ത്രീയുടെ ഗ്രീഡിൽ നിന്നും അവർക്ക് ആ ജോലി, അവരിൽ നിക്ഷിപ്തമായിട്ടുള്ള ജോലി ചെയ്യാൻ അവർക്ക് താല്പര്യമില്ലായിരുന്നു. അവിടെ നിന്നും അവരൊന്ന് ഉറങ്ങാൻ കാണിച്ചൊരു ഗ്രീഡിൽ നിന്നുമാണ് മങ്കി വരുന്നതും ഇത് തട്ടിക്കൊണ്ട് പോകുന്നതും. വുഡ് കട്ടറിന് അടി കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ട് അയാൾ വേറൊരാളിനെ തലയ്ക്ക് വെച്ച് കൊടുക്കുന്നു. അയാൾ വീണ്ടും ഒരാളിനെ പറയുന്നു. ആ ഒരു നുണയുടെ ഒരു ഇത് തന്നെ പോകുന്നുണ്ട്, ഒരു സർക്കിൾ, ഒരു ലൂപ്പായിട്ടത് പോകുന്നുണ്ട്. ദ ഫിയർ ഓഫ് പണിഷ്മെൻറ്റ് ഫ്രം ദി പ്രീസ്റ്റ്, ദ മ്യൂസിഷ്യൻ ആൻഡ് ദ ഡാൻസർ. സോ ഇവർക്ക് എല്ലാവർക്കും, വുഡ് കട്ടറിനാവട്ടെ, പ്രീസ്റ്റിനാവട്ടെ, മ്യൂസിഷ്യനാവട്ടെ, ആ ഒരു പേടി ഉണ്ടായിരുന്നു. ആകെ നമ്മുടെ ഡാൻസറിന് മാത്രമായിരുന്നു ഞാൻ നുണ പറയത്തില്ല, ഞാൻ നുണ പറയുന്നവരെ രാജാവിൻ്റെ മുന്നിൽ എത്തിക്കുമെന്നൊരു ഡിറ്റർമിനേഷൻ കാണാൻ പറ്റിയത്. ദെൻ ദ ബ്രേവറി ഓഫ് ദി കിങ്. ആ ഗാർഡ്സ് കൊണ്ടുവന്നിട്ട് ഇവരാണ് മോഷ്ടിച്ചതെന്ന് പറഞ്ഞപ്പോഴേക്കും അവരെ അടിക്കാനോ അല്ലെങ്കിൽ അവർക്ക് ശിക്ഷ കൊടുക്കാനോ അല്ല നമ്മുടെ കിങ്, എനിക്കിതിൻ്റെ ഒരു പൂർണ്ണമായിട്ടുള്ളൊരു പിക്ചർ കിട്ടണം, ഇത് അന്വേഷിക്കണം എന്ന് പറഞ്ഞ ആ ഒരു കിങ്ങിൻ്റെ ഇത്. ഓൾസോ ഹിസ് ഫൈനൽ അപ്പോളജി. സത്യം പറഞ്ഞിട്ട് പോലും അവിടെ കുറച്ച് സമയത്തേക്കെങ്കിലും തൻ്റെ ജീവിതം തടസ്സപ്പെട്ട് അവിടെ കിടക്കേണ്ടി വന്നവരോട് അപ്പോളജി പറയണം എന്നുണ്ടായ കിങ്ങിൻ്റെ ഒരു മൈൻഡ്. ഇനി മോറൽ ഓഫ് ദ സ്റ്റോറി. സോ ജാതക ടെയിൽസിനൊക്കെ ഒരു മോറൽ ഓഫ് ദ സ്റ്റോറി ഉണ്ടാവും. വാട്ട് എവർ ഈസ് ടേക്കൺ ബൈ ഡിസീറ്റ് വിൽ ഇവൻച്വലി ബി റിവീൽഡ് ആൻഡ് ലോസ്റ്റ്. നമ്മൾ ഒരാളെ വഞ്ചിച്ചുകൊണ്ട് അല്ലെങ്കിൽ പറ്റിച്ചുകൊണ്ട് ഒരു സാധനം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇവൻച്വലി പോകെ നമ്മുടെ കയ്യിൽ നിന്ന് നമുക്കത് എന്ത് സംഭവിക്കും, അത് ആൾക്കാരെ അതറിയാനും പറ്റിയത് നമ്മുടെ അല്ല എന്നുള്ളത് അത് നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യും. സോ അവനവൻ്റെതല്ലാത്തതൊന്നും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ആഗ്രഹിക്കാൻ പാടില്ല. ഓൺ യുവർ മിസ്റ്റേക്സ് അപ്പോളജൈസ് വിത്ത് ഹ്യൂമിലിറ്റി ആൻഡ് മേക്ക് അമെൻമെൻറ്റ്സ് വിത്ത് സിൻസിയറിറ്റി. സോ ഈ ഒരു കാര്യമുണ്ട്. ഒരു രാജാവായിരുന്നിട്ട് പോലും പുള്ളിക്കാരൻ ആരുടെയും മുന്നേ ഒന്നും ബോധിപ്പിക്കേണ്ട കാര്യമില്ല. എന്നിട്ട് പോലും ഒരു ഡാൻസറിനോട് ക്ഷമ പറയാൻ രാജാവ് കാണിച്ച ആ ഒരു മൈൻഡും നമുക്കിതിലൊരു മോറൽ ഓഫ് ദ സ്റ്റോറി ആയിട്ട് പറയാൻ പറ്റും. സോ വളരെ ചെറിയൊരു സ്റ്റോറി ആയിരുന്നു. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ ലിസ്ണിംഗ്.